നമുക്കിപ്പോൾ ഇവിടെ 1 കിലോ ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ബീഫ് ഇപ്പോൾ നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൂടെ ചേർത്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് കുക്കറിലോട്ട് മാറ്റുന്നുണ്ട്. കുക്കറിൽ നമ്മളിതൊരു 6 വിസിലോളം അടിക്കണം, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കുക്കറിലോട്ട് മാറ്റുകയാണ്. കായം റെഡിയാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ആവശ്യമാണ്. അപ്പോൾ ഇതിനായിട്ടിപ്പോൾ 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 തക്കാളി എടുത്താലും പ്രശ്നമില്ല, എന്ന് വെച്ചാൽ അതിൻ്റെ പുളിപ്പ് കൂടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് വേണ്ട ഒരു 5 കൊണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വലിപ്പമുള്ള കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കണം. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് പാൻ നല്ല ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് ഉലുവ ചേർക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിലോട്ടാണ് നമ്മളിപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഒരു സവാള ചേർക്കുന്നത്. പാനിലോട്ട് ഇപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാള ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. സവാള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാള ഇപ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടാണ് ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതിനോടൊപ്പം തന്നെ 3 പച്ചമുളകും കറിവേപ്പിൻ്റെലും കൂടി ആഡ് ചെയ്യാൻ പോകും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ചുകൂടി ഒരു പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. അതൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ചേർക്കുന്നത്. ഇതിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ടാണ് ഇപ്പോൾ നമ്മൾ മസാലാസ് ഓരോന്നും ചേർക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം തന്നെ ബീഫും ഇതിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ടൈമിലാണ് ആവശ്യത്തിന് വേണ്ട ഉപ്പും എരിവൊക്കെ നോക്കിയിടുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒരു പേസ്റ്റ് ഇപ്പോൾ ചേർക്കണം. ഈ ഒരു ടൈമിൽ ചേർക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേവിയിലാകുമ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി വറ്റുമ്പോഴായിരിക്കും കൂടുതലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിലോട്ട് പിടിക്കുക. അതാണ് ഈ ഒരു ടൈമിൽ നമ്മളത് മിക്സ് ചെയ്യുന്നത്. ഇച്ചിരി കുരുമുളകും പൊടിയും കൂടി നമുക്കിതിലോട്ട് കുറച്ച് ചേർക്കാം. ഇപ്പോൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ചേർക്കുന്നത് നന്നായിരിക്കും, കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്.
നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.